In this video, we will discuss on the topic well foundation. We had discussed shallow foundations in topics from module 3 and 4, and in this module, the second part, we will be going to deep foundations, and well foundation is one of the deep foundation. Module 5 also describes on deep foundation, where we study the pile foundation in detail. So we will go to the well foundation. ആദ്യം കുറച്ച് ഫിഗേഴ്സ് കാണിക്കാം വെൽ ഫൗണ്ടേഷൻ്റെ. വെൽ ഫൗണ്ടേഷൻ ചെയ്തേക്കുന്ന ഡിഫറെൻറ്റ് പ്ലേസസ്, അതിൻ്റെ കുറച്ച് കൺസ്ട്രക്ഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെയാണ് ഈ പറഞ്ഞ ഫിഗേഴ്സ്. ഫൈനലി വി വിൽ ഗോ ടു ദ തിയറി പോർഷൻസ്. വെൽ ഫൗണ്ടേഷൻസ് ആർ ഡീപ്പ് ഫൗണ്ടേഷൻസ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വെൽ ഫൗണ്ടേഷൻസ് ഡീപ്പ് ഫൗണ്ടേഷൻസിൻ്റെ കാറ്റഗറി വരുന്നതാണ്. അത് യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്നത് മാസീവ് ലോഡ്സ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി, അതായത് ഹെവി ലോഡ്സ് ടു ദ സ്ട്രാറ്റ ഓഫ് റിവർ അല്ലെങ്കിൽ സീബെഡ്, അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂഷ്വലി ഈ പറഞ്ഞ വെൽ ഫൗണ്ടേഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഇനിയിപ്പം നമ്മുടെ വെൽ ഫൗണ്ടേഷൻ ഡിഫറെൻറ്റ് പാർട്സ് ആണ് നമുക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക്. അപ്പോൾ അതിനൊരു ഫിഗർ വരയ്ക്കണം. ഈ ടോപ്പിക്കിനകത്ത് കുറച്ച് ഫിഗേഴ്സ് വരയ്ക്കുന്ന ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വി ഗോ ടു ദ കമ്പോണൻസ് ഓഫ് എ വെൽ ഫൗണ്ടേഷൻ. ഡിഫറെൻറ്റ് കമ്പോണൻസിന് പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെൽ ക്യാപ്പ്, സ്റ്റെയിനിങ്, കേർവ്, കട്ടിംഗ് എഡ്ജ്, ബോട്ടം പ്ലഗ്, ടോപ്പ് പ്ലഗ് ആൻഡ് ഡ്രെഡ്ജ് ഹോൾ. അപ്പോൾ ഈ ഒരു ഫിഗറാണ് ഇമ്പോർട്ടൻറ്റ്. ഈ പറഞ്ഞ എല്ലാ കമ്പോണൻസും ഈ പറഞ്ഞ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓരോ യൂണിറ്റ്സും ഡിസ്ക്രൈബ് ചെയ്യാം. ഏറ്റവും മുകളിലെ ടോപ്പിക്ക് നോക്കുക, അല്ലെ പോയിന്റ് നോക്കുക, പിയർ ഓർ അബട്ട്മെൻറ്റ്. അതാണ് നമ്മുടെ പാലത്തിൻ്റെ കമ്പോണൻ്റാണ് പിയർ അല്ലെങ്കിൽ അബട്ട്മെൻറ്റ്. അത് നമ്മുടെ വെൽ ഫൗണ്ടേഷൻ്റെ പുറത്തേക്കായിരിക്കും വരുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ വെൽ ക്യാപ്പ്. ഇനിയിപ്പം ഓരോ കമ്പോണൻസും പറഞ്ഞു പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും താഴെയുള്ള കട്ടിംഗ് എഡ്ജ്. കട്ടിംഗ് എഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെൽ ഫൗണ്ടേഷനെ പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എക്യുപ്മെൻ്റാണ്. സിങ്കിങ് അല്ലെങ്കിൽ പെനിട്രേഷന് വേണ്ടിയുള്ള ഒരു ഷാർപ്പ് എഡ്ജ്ഡ്, ആൻഡ് യു ഷുഡ് ബി ഏബിൾ ടു റെസിസ്റ്റ് ദ ഹൈ സ്ട്രെസ്സസ്, ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി കൺസ്ട്രക്റ്റഡ് യൂസിങ് മൈൽഡ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ്. അപ്പോൾ കട്ടിംഗ് എഡ്ജിൻ്റെ പ്രോപ്പർട്ടീസാണ് പറഞ്ഞത്. ഫസ്റ്റ് പോയിന്റ് അതാണ്. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ഒരു കമ്പോണൻ്റാണ് കേർവ്. CURB ആണ് സ്പെല്ലിംഗ്. ഓക്കെ, അപ്പം അതൊരു ടേപ്പറിംഗ് സെക്ഷനാണ് മെയ്ഡ് ഓഫ് RCC. ഇത് നമ്മുടെ സ്റ്റെയിനിങ് ആൻഡ് കട്ടിംഗ് എഡ്ജിൻ്റെ ഇടയ്ക്കുള്ളൊരു ട്രാൻസിഷൻ മെമ്പറാണ് ഈ പറഞ്ഞ കേർവ്. ഓക്കെ, RCC മെമ്പറാണ്. ഇനിയിപ്പം മെയിൻ പാർട്ട് ഓഫ് ദ വെൽ ഫൗണ്ടേഷൻ സ്റ്റെയിനിങ്. ഇതാണ് ബോഡി ഓഫ് ദ വെൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് സ്റ്റോൺ മേസൺട്രി, RCC, ബ്രിക്ക് എന്ത് വേണം വെച്ച് പണിയാം. ഇതിൻ്റെ തിക്നെസ് എപ്പോഴും യൂണിഫോം ആയിരിക്കണം. ആൻഡ് ദ സ്റ്റെയിനിങ് ടോപ്പ് ഈസ് കണക്റ്റഡ് വിത്ത് ദ വെൽ ക്യാപ്പ്. വെൽ ക്യാപ്പായിട്ടായിരിക്കും സ്റ്റെയിനിങ്ങിൻ്റെ ഏറ്റവും മുകളിലെ ഭാഗം കണക്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റെയിനിങ്ങിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗം കണക്ട് ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേർവ്. പിന്നെ ഉള്ളൊരു കമ്പോണൻ്റാണ് ബോട്ടം പ്ലഗ്. ഇതൊരു കോൺക്രീറ്റിൻ്റെ ഒരു ലെയറാണ്. നമ്മൾ ഏറ്റവും ബോട്ടം പോർഷൻ കൊടുക്കുന്ന ഒരു ലെയറാണ്. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ലോഡ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഒരു വലിയ ഏരിയ ഓഫ് ഫൗണ്ടേഷനിലേക്ക് എന്നാണ് ഇതിൻ്റെ ഒരു യൂസ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പം അതേപോലെ ബോട്ടം പ്ലഗിൻ്റെ പോലെ തന്നെ മുകളിൽ ടോപ്പ് പ്ലഗ് ഉണ്ട്, സിമെൻറ്റ് കോൺക്രീറ്റിൻ്റെ ടോപ്പ് പ്ലഗ്. ഇതാണ് ടോപ്പ് ലെയർ ഓഫ് ദ നമ്മുടെ ഫൗണ്ടേഷൻ ഓൺ വിച്ച് ദ വെൽ ക്യാപ്പ് ഈസ് റെസ്റ്റിംഗ്. വെൽ ക്യാപ്പിൻ്റെ പുറത്തായിരിക്കും നമ്മുടെ പിയർ അല്ലെ അബട്ട്മെൻറ്റ് വരുന്നത്. അത് കഴിഞ്ഞാണ് വെൽ ക്യാപ്പ്. വെൽ ക്യാപ്പ് ഒരു ബിയറിംഗ് പാഡാണ്. സൂപ്പർ സ്ട്രക്ചറിൻ്റെ ലോഡ് വരുന്ന യൂണിറ്റിൻ്റെ ബിയറിംഗ് പാഡാണ്. ഈ പറഞ്ഞ ലോഡ് യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും സഹായിക്കുന്നു. ലാസ്റ്റ് നമുക്ക് ഏറ്റവും നടുക്കുള്ള സാൻഡ് ഫില്ലിങ്, അല്ലെങ്കിൽ അതിനെ ഡ്രെഡ്ജ് ഹോൾ എന്ന് വിളിക്കാം. ഡ്രെഡ്ജ് ഹോൾ, ഈ പറഞ്ഞ ഹോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെൽ ഫൗണ്ടേഷൻ താഴേക്ക് സിങ്ക് ചെയ്യുന്നതനുസരിച്ച് നമ്മളിത് ഡ്രെഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ് നമുക്ക് ഈ ഡ്രെഡ്ജ് ഹോൾ ബാക്കി പണി കഴിഞ്ഞ് നമ്മൾ ഈ ബാക്ക് ഫിൽ ഇറ്റ് വിത്ത് സാൻഡ് അല്ലെങ്കിൽ റബ്ബിൾ. നമ്മുടെ വേണ്ടിയ ലോഡ് അനുസരിച്ച് നമുക്ക് എന്തുമാത്രം ഡെപ്തിലേക്ക് പോകണം അതൊക്കെ നോക്കിയിട്ട് ഈ ബാക്ക് ഫിൽ ഇറ്റ് വിത്ത് സാൻഡ് അല്ലെങ്കിൽ റബ്ബിൾ. ഇത്രയൊക്കെയാണ് കമ്പോണൻസ്. അപ്പോൾ കമ്പോണൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പടം വരയ്ക്കുക, ഈ ഓരോ പോയിൻറ്റ്സിൻ്റെയും എക്സ്പ്ലനേഷൻ പറയാൻ പറ്റുക. ഓക്കെ, ബാക്കി ഇതിൻ്റെ അടുത്ത ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഷേപ്സ് ആണ്. ഷേപ്സ് ഓഫ് വെല്ല് ഒരു 4-5 ഞാൻ കാണിച്ചിട്ടുണ്ട് ഇവിടെ. സർക്കുലർ, റെക്റ്റാങ്കുലർ, ട്വിൻ സർക്കുലർ, ഡ്രം ബെൽ, ഡബിൾ D, ട്വിൻ ഹെക്സഗണൽ, ട്വിൻ ഒക്ടഗണൽ. അപ്പോൾ ഈ ഒരു കേസ് എഴുതുമ്പോഴത്തേനും ഡിഫറെൻറ്റ് ഷേപ്സും വരച്ച് പോകാം. ഇനിയിപ്പം
നമ്മളെ വെൽ സിങ്കിങ്ങിൻ്റെ കേസിൽ വരുന്ന പ്രോബ്ലംസിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രസൻസ് ഓഫ് ബൗൾഡേഴ്സ്, വലിയ വലിയ പാറ കഷ്ണങ്ങൾ, അല്ലെങ്കിൽ റെയിൻഫോൾ, ഈ പറഞ്ഞ ആക്ടിവിറ്റി നമ്മുടെ കൺസ്ട്രക്ഷൻ പ്രൊസീജിയർ ഒബ്സ്ട്രക്റ്റ് ചെയ്യും. അതേപോലെ അൺസർട്ടൻ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷനൊക്കെ, എന്തുമാത്രം ഫൗണ്ടേഷൻ ഡെപ്ത് വേണം എന്നുള്ള കാര്യം കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതും ഒരു പ്രോബ്ലം ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പം പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ ടു അവോയ്ഡ് ടിൽറ്റ്. നമ്മുടെ വെൽ ഫൗണ്ടേഷൻ ഒരിക്കലും ചെരിഞ്ഞു പോകാൻ പാടില്ല. ചെരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇനീഷ്യൽ ലക്ഷ്യമായിട്ടുള്ള ലോഡ് ട്രാൻസ്ഫറിങ് നടക്കത്തില്ല. സോ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വെൽ ഫൗണ്ടേഷൻ എപ്പോഴും വെർട്ടിക്കലായിട്ട് നിൽക്കണം. സോ കറസ്പോണ്ടിങ് നമ്മൾ ഒരു 5-6 പ്രിക്കോഷൻ എടുക്കും. അതിനകത്ത് തന്നെ മെയിൻ സാധനങ്ങൾ നമ്മുടെ സ്റ്റെയിനിങ്ങിൻ്റെ ഔട്ടർ സർഫസും വെൽ കർവൊക്കെ സ്മൂത്തും റെഗുലറും ആയിരിക്കണം. കട്ടിങ് എഡ്ജിൻ്റെ തിക്നെസ്സും ഷാർപ്നെസ്സും ഒക്കെ യൂണിഫോം ആയിരിക്കണം. അതേപോലെ കർവിൻ്റെ റേഡിയസ് കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കണം. 20 to 40 mm ലാർജർ ദാൻ ദ റേഡിയസ് ഓഫ് വെൽ സ്റ്റെയിനിങ് ആയിരിക്കണം. ഡ്രഡ്ജിങ് എല്ലായിടത്തും ഒരേപോലെ നടത്തണം, അല്ലെങ്കിൽ നോൺ യൂണിഫോം ആയിട്ട് സെറ്റിൽമെൻറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. ഇത്രയൊക്കെയാണ് പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ ടു അവോയ്ഡ് ടിൽറ്റ്. അപ്പം ടിൽറ്റ് വരുന്നതിന് മുമ്പ് എടുക്കേണ്ട കാര്യമാണ് ഈ പറഞ്ഞത്. ഓക്കെ, ഇനിയിപ്പം അടുത്തത് റെക്ടിഫിക്കേഷൻ ഓഫ് ടിൽറ്റ് ആൻഡ് ഷിഫ്റ്റ് ഇൻ വെൽ ഫൗണ്ടേഷൻ. അപ്പം നമ്മൾ ആദ്യം ടിൽറ്റ് അവോയ്ഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇനിയിപ്പോൾ അവോയ്ഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ടിൽറ്റ് ആൻഡ് ഷിഫ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതെങ്ങനെ റെക്ടിഫൈ ചെയ്യുന്ന കുറച്ച് പോയിൻറ്റ്സാണ് പറയുന്നത്. ഒരു 5-6 സെറ്റ്സ് ഓഫ് പോയിൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ ഫിഗേഴ്സും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ, കൺട്രോൾഡ് ഡ്രഡ്ജിങ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഡ്രഡ്ജിങ് നമ്മൾ പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞാൽ അതായത് യൂണിഫോം ആയിരിക്കണം. നോൺ യൂണിഫോം ആയിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സിങ്കിങ് അല്ലെങ്കിൽ ടിൽറ്റിങ് ചാൻസ് ഉണ്ട്. സോ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഡ്രഡ്ജിങ് ചെയ്യേണ്ടത് കൺട്രോൾഡ് ആയിട്ട് ചെയ്യണം. ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ വെൽ സ്റ്റെയറിങ്ങിനകത്ത് ഒരു പ്ലാറ്റ്ഫോം ഒക്കെ വെച്ച് ഹോൾഡ് ചെയ്തെടുത്തിട്ട് ഒരു ഹുക്കിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് വേണമെങ്കിൽ ഡ്രഡ്ജ് ചെയ്യാം, അല്ലെങ്കിൽ അല്ലാതെയും ചെയ്യാം. ഈ പറഞ്ഞ അനാവശ്യമായിട്ട് ഒത്തിരി അങ്ങ് ടിൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് അല്ലാത്ത എക്സ്ട്രാ ലോഡിങ്ങും കൊടുത്ത് നമുക്ക് നമ്മുടെ ചെരിഞ്ഞ പോർഷൻ നേരെയാക്കാൻ ശ്രമിക്കാം. ഇതാണ് കൺട്രോൾ ഡ്രഡ്ജിങ്. അടുത്ത പറഞ്ഞാൽ എസെൻട്രിക് ലോഡിങ്, അതായത് കൂടുതൽ ചെരിഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ കുറച്ച്, അതായത് ഒരു സൈഡായിരിക്കും കൂടുതൽ ചെരിഞ്ഞാൽ മറ്റേ സൈഡ് കുറച്ച് പൊങ്ങിയിരിക്കുക. അപ്പോൾ പൊങ്ങിയിരിക്കുന്ന സൈഡിലേക്ക് നമ്മൾ കുറച്ച് കൂടുതൽ ലോഡ് കൊടുക്കുക. അതാണ് എസെൻട്രിക് ലോഡ്, ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രം കൊടുക്കുന്ന പരിപാടി. അതേപോലെ പുള്ളിങ് ദ വെല്ലിനെ നമ്മൾ വെർട്ടിക്കൽ സ്ലീപ്പറൊക്കെ വെച്ച് ടൈറ്റൻ ചെയ്യും. എന്നിട്ടൊരു സ്റ്റീൽ റോപ്പ് ഉപയോഗിച്ച് നമുക്ക് എങ്ങോട്ടാണോ ചെരിവ് കുറയ്ക്കേണ്ടത് ആ സൈഡിലേക്ക് നമ്മൾ വലിക്കുന്നു. അപ്പോൾ ഈ സൈഡിലാണെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് വെല്ല് ചെരിഞ്ഞിരിക്കുക. സോ കറസ്പോണ്ടിങ് ആയിട്ട് റൈറ്റ് സൈഡിലേക്ക് പുള്ള് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു പുള്ളിങ് ദ വെൽ എന്നൊരു ഓപ്ഷനാണ്. അടുത്തത് പുഷിങ് ദ വെൽ. പുള്ളിങ് കഴിഞ്ഞാൽ അടുത്ത പുഷിങ് ആകുമ്പോഴത്തേനും യൂസിങ് സ്ട്രട്ട്, അല്ലെങ്കിൽ നമുക്ക് വേറെ ഉപയോഗിക്കാൻ പറ്റുന്നത് ഒരു കറക്റ്റായിട്ടുള്ളൊരു വെർട്ടിക്കലി സങ്ക് വെല്ലിനെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു ജാക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെരിഞ്ഞൊരു വെല്ലിനെ നമുക്ക് നേരെയാക്കാൻ ശ്രമിക്കാം യൂസിങ് എ ജാക്ക് അല്ലെങ്കിൽ സ്ട്രട്ട് എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിലെ ഫിഗർ സ്ട്രട്ടാണ്. ഒരു എക്സ്ട്രാ ഒരു 2 സെറ്റ്സ് ഓഫ് വുഡൻ പീസ് കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് കഴിയുന്നത്രയും നമുക്ക് ഏതൊക്കെ ചെയ്യാവോ അത്രയും നമുക്ക് ഈ പറഞ്ഞ ചെരിവ് മാറ്റാൻ ശ്രമിക്കാം. അതിൻ്റെ കൂടത്തിൽ മുകളിൽ ലോഡിങ് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ഇപ്പം ഈ ഒരു മെത്തേഡ്സ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെയ്യണമെന്ന് പറയത്തില്ല. ഇൻ കോമ്പിനേഷനും ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല. പുഷിങ്ങും പുള്ളിങ്ങും നമുക്ക് ഫൈനലി നമ്മുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെല്ലിൻ്റെ ടിൽറ്റിലെ ഷിഫ്റ്റ് കുറയ്ക്കണം. സോ കറസ്പോണ്ടിങ് ആയിട്ട് ഒന്നിൽ കൂടുതൽ മെത്തേഡ്സും വേണമെങ്കിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. അടുത്ത സെക്കൻഡ് ലാസ്റ്റ് വൺ, ഡിഗിങ് എ പിറ്റ്. ഇപ്പം കുറച്ച് ചെരിഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് ഒരു പിറ്റ് ഡിഗ് ചെയ്തിട്ട് ആ സൈഡിലേക്ക് നമുക്ക് പിന്നെയും ശരിയാക്കാൻ ശ്രമിക്കാം. അതേപോലെ ലാസ്റ്റ് വൺ, ഒബ്സ്ട്രക്റ്റിംഗ് ലോവർ സൈഡ്. കൂടുതൽ ചെരിഞ്ഞു പോയാൽ കൂടുതൽ താഴ്ന്നു പോയ സൈഡിൻ്റെ താഴെ കൊണ്ട് നമുക്ക് കുറച്ച് ഒബ്സ്ട്രക്ഷൻസ് വെക്കാം. ഹുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ലീപ്പർ പീസസോ ഒക്കെ വെച്ചിട്ട് നമുക്ക് അല്ലാതെ ബാക്കി ലോഡ് കൊടുത്ത് പുള്ളിങ് പുഷിങ് എന്തൊരു ഓപ്ഷൻസ് ഉപയോഗിക്കാം. സോ കറസ്പോണ്ടിങ് ആയിട്ട് ഇതിൻ്റെ എല്ലാം കൂടെ യൂസ് ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ ടിൽറ്റ് അല്ലെങ്കിൽ ഷിഫ്റ്റ് കുറയ്ക്കാൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രിക്കോഷൻസ് കഴിഞ്ഞാൽ പിന്നെ ഹൗ ടു അവോയ്ഡ് അല്ലെങ്കിൽ റെക്ടിഫൈ ചെയ്യാവുന്ന ഒരു മെത്തേഡ്സിൻ്റെ ഡിഫറെൻറ്റ് ഫിഗേഴ്സ്. ഇപ്പോൾ ഈ ഫിഗേഴ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 10 മാർക്ക് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ആണ്. പക്ഷേ അപ്പോൾ എല്ലാ ഫിഗേഴ്സും വരച്ച് വേണമെങ്കിൽ പഠിക്കാൻ. ഓക്കെ, അപ്പം എന്തായാലും ഡിഫോൾട്ടായിട്ട് വെല്ല് ചെരിഞ്ഞ് കാണിക്കുക. അതിൻ്റെ കറസ്പോണ്ടിങ് ഏത് സൈഡിലേക്കാണോ റെഡിയാക്കേണ്ടത് കറസ്പോണ്ടിങ് ആ സൈഡിലേക്ക് ഏതൊക്കെ മെത്തേഡ്സ് ഉപയോഗിച്ച് ശരിയാക്കുന്നു എന്ന് ഒന്ന് കാണിക്കുക. അടുത്ത ഒരു ടോപ്പിക്കാണ് സിങ്കിങ് ഓഫ് വെൽ. നമുക്ക് നമ്മുടെ വെൽ ഫൗണ്ടേഷൻ യൂസിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ വെൽ ഫൗണ്ടേഷൻ നമുക്ക് കറക്റ്റ് നമ്മുടെ പൊസിഷനിൽ കൊണ്ട് വെക്കണം. ആ വെക്കുന്ന പ്രൊസീജിയറാണ് ഇനി പറയാൻ പോകുന്നത്.
നമുക്ക് 3 സ്റ്റെപ്സാണ് ലേയിങ് ഓഫ് വെൽ കർവ്, വെൽ സ്റ്റെയിനിങ് ആൻഡ് സിങ്കിങ് പ്രോസസ്. 3 പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ലേയിങ് ഓഫ് വെൽ കർവിനെ തന്നെ 3 കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ റിവർ ബെഡ് ഡ്രൈ ആയിരിക്കാം, ആ കേസിലാണ് ഡയറക്റ്റ് നമുക്ക് റിവർ ബെഡിൻ്റെ ഒരു 50 സെൻറ്റിമീറ്റർ നമുക്ക് കുടിച്ചിട്ട് എക്സ്കവേറ്റ് ചെയ്യുക, എന്നിട്ട് നമുക്ക് അവിടെ തന്നെ പണിത് തുടങ്ങാം വെൽ കർവ്. പക്ഷേ ആ കേസ് എപ്പോഴും ആയിരിക്കത്തില്ല. ചിലപ്പോൾ അടുത്തൊരു കേസ് പറയുന്നത് ഒരു 5 മീറ്റർ വരെ വെള്ളമുള്ളൊരു കേസാണെങ്കിൽ റിവർ ബെഡിൽ ഡ്രൈ അല്ല, പക്ഷേ 5 മീറ്റർ വരെ വെള്ളം ഉണ്ട് ഇപ്പം തന്നെ. പക്ഷെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമ്മളൊരു സാൻഡിൻ്റെ ഒരു ഐലൻഡ് പണിയും, എന്നിട്ട് ആ സാൻഡ് ഐലൻഡിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ഈ പറഞ്ഞ സ്റ്റെയിനിങ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ 5 മീറ്റർ കൂടുതൽ വെള്ളമുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ കൺസ്ട്രക്ഷൻ കുറച്ച് പാടായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡ്രൈ ലാൻഡിൽ ആദ്യം ഇത് ഫിക്സ് ചെയ്യും, റെഡിയാക്കിയിട്ട് നമ്മൾ ഇങ്ങോട്ട് നമ്മൾ ഫ്ലോട്ട് ചെയ്യും. നമ്മുടെ കേർബ് ആൻഡ് ബാക്കിയുള്ള അറേഞ്ച്മെൻറ്റ്സ് ഇങ്ങോട്ട് ഫ്ലോട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ കട്ടിങ് എഡ്ജും കേർബ് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ബാക്കി നമുക്ക് പണി മുകളിലേക്ക് പോകാം. അടുത്താണ് അതിൻ്റെ മുകളിലേക്ക് വരുന്ന സ്ട്രക്ചറാണ് വെൽ സ്റ്റെയിനിങ്. ഓക്കെ, വെൽ സ്റ്റെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 മീറ്റർ ഒരു ഹൈറ്റാണ് ആദ്യം നമ്മൾ ഓരോ സ്ട്രെച്ചിൽ നമ്മൾ കയറ്റി പോകുന്നത്. 24 hours സെറ്റിംഗ് ടൈം കഴിഞ്ഞ് 1.5 മീറ്റർ വെച്ചൊക്കെ വരെ കയറ്റി പോകുന്നത്. എന്നിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഇനീഷ്യൽ സ്റ്റേജിലെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നോക്കുകയാണെങ്കിൽ 3 മീറ്റർ വരെ ഹൈറ്റിൽ പെർ ഡേ നമുക്ക് പോകാം. ഇനീഷ്യൽ സ്റ്റേജിൽ 1.5 മീറ്റർ ഹൈറ്റിലായിരിക്കും നമ്മളിത് നമ്മുടെ വെൽ സ്റ്റെയിനിങ് മുകളിലേക്ക് എടുക്കുന്നത്. ഈ സിങ്കിങ് പ്രോസസ്സ് നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഡ്രഡ്ജ് ചെയ്യണം, ഭാഗത്തെ സോയിൽ ഡ്രഡ്ജ് ചെയ്യണം. ഡ്രഡ്ജ് ചെയ്യുന്ന മാനുവലി അല്ലെങ്കിൽ മെക്കാനിക്കലി നമുക്ക് ചെയ്യാം. മെക്കാനിക്കൽ ഡ്രഡ്ജസ് ഒക്കെ ഉണ്ട്. സോ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വേണ്ടിയ ഡ്രഡ്ജസ് ഉപയോഗിച്ച് നമുക്കത് അകത്തെ സോയിൽ ഡ്രഡ്ജ് ചെയ്ത് മാറ്റാം. അത് കഴിഞ്ഞ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് വർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്കിത് ബാക്ക് ഫിൽ ചെയ്യാം. അതായത് എന്തെങ്കിലും അഡീഷണൽ ലോഡ്സ് സാൻഡ് ബാഗും ഒക്കെ നമുക്ക് ഇട്ട് നമുക്ക് ഈ പറഞ്ഞ സാൻഡ് ഫില്ലിങ് ചെയ്ത് നമ്മുടെ നടുക്കത്തെ പോർഷൻ നമുക്ക് ഫില്ല് ചെയ്യാം. അതാണ് സിങ്കിങ് പ്രോസസ്സ്. അപ്പോൾ ലേയിങ് ഓഫ് വെൽ കർവ്, വെൽ സ്റ്റെയിനിങ് ആൻഡ് ഫൈനലി ദ സിങ്കിങ് പ്രോസസ്സ്. ഇത്രയാണ് നമ്മുടെ സിങ്കിങ് ഓഫ് വെല്ലിനകത്തെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. ഇനി ലാസ്റ്റ് ടോപ്പിക് ഓഫ് മൊഡ്യൂൾ 4 ആണ് ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻ. ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻ ഇതാണ് ചെറിയൊരു ഫിഗർ കാണിച്ചേക്കുന്നത് ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻ്റെ. നമുക്കിതിന് ഇത്രയും കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കെട്ടിടം പണിയണം. അപ്പം ആ കെട്ടിടത്തിൻ്റെ വെയിറ്റ് എത്രയാണ് വരാൻ പോകുന്നത് അത്രയും അതിൻ്റെ ആ ഒരു വെയിറ്റിന് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ളൊരു വെയിറ്റ് നമ്മുടെ സോയിലിൽ നിന്ന് ആദ്യം തന്നെ എക്സ്കവേറ്റ് ചെയ്ത് കളയും. അത്രയും സോയിൽ നമ്മൾ നേരത്തെ ഗ്രൗണ്ട് എക്സ്കവേറ്റ് ചെയ്ത് കളയും. അപ്പോൾ ഇവിടെ നമുക്കിപ്പം റൈറ്റ് സൈഡിൽ കെട്ടിടം കാണിച്ചിട്ടുണ്ട്. അപ്പം കെട്ടിടത്തിന് വരാൻ പോകുന്ന വെയിറ്റ് എക്സ് ആണെന്ന് വെച്ചാൽ എക്സ് ആണെന്ന് കൺസിഡർ ചെയ്യുക. അപ്പം എക്സ് വെയിറ്റ് വരുന്ന സോയിൽ നമ്മളിവിടുന്ന് റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ രീതി വരുമ്പോഴത്തേനും ഇൻ എഫക്റ്റ് നമ്മുടെ വരാൻ പോകുന്ന വെയിറ്റ് നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ സോയിലിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്ത് കഴിയും. ആ ഒരു കൺസെപ്റ്റാണ് ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻ. അതിൻ്റെ ഒരു തിയറി പറഞ്ഞു കഴിഞ്ഞാൽ floating foundation of a building can be defined as a foundation in which the weight of the building is approximately equal to the weight of soil and water excavated and removed from the site. അപ്പോൾ പണിക്ക് മുമ്പായിട്ട് വരാൻ പോകുന്ന വെയിറ്റിൻ്റെ അത്രയും ഒരു എമൗണ്ട് നമ്മൾ നേരത്തെ എക്സ്കവേറ്റ് ചെയ്ത് കളയുവാണ്. അപ്പോൾ സോയിലിനകത്ത് വാട്ടർ കാണുമ്പോൾ സോ കറസ്പോണ്ടിങ് ആയിട്ട് സോയിൽ പ്ലസ് വാട്ടറിൻ്റെ വെയിറ്റ് ആയിരിക്കും നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് മാറ്റുന്നത്. ഇതിനകത്ത് വരുന്ന കണ്ടീഷൻ ഇക്വേഷൻ ഇതാണ്: Q/A = ഗാമ ഇൻറ്റു DF. Q എന്ന് വെച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ്, A എന്ന് വെച്ചാൽ ഏരിയ ഓഫ് ഫൗണ്ടേഷൻ, ഇവിടെ കേസിൽ മാറ്റാണ് പറയുന്നത്. ഇപ്പോൾ Q/A ഏരിയ ഓഫ് മാറ്റ് അല്ലെങ്കിൽ റാഫ്റ്റ് ഈസ് ഈക്വൽ ടു ഗാമ നമുക്കറിയാം യൂണിറ്റ് വെയിറ്റും DF എന്ന ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ. സോ കറസ്പോണ്ടിങ് ആയിട്ട് സോയിൽ എക്സ്കവേറ്റ് ചെയ്ത് മാറ്റുന്ന വെയിറ്റ് എന്തായിരിക്കും? ഗാമ ഇൻറ്റു DF ആയിരിക്കും. വരാൻ പോകുന്ന ലോഡിൻ്റെ പെർ മീറ്റർ ലെങ്തിലുള്ള ഏരിയ വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ഇമ്പോസ് ലോഡ് ബൈ ദ ഏരിയ ഓഫ് മാറ്റ്. ഇപ്പോൾ Q/A = ഗാമ DF എന്നൊരു കണ്ടീഷനായിരിക്കും ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻ്റെ ഇക്വേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എഴുതുക, തിയറി പറയുക, ജസ്റ്റ് ഒരു ഫിഗർ വെച്ചേക്കുക, എന്തുമാത്രം വെയിറ്റാണ് വരാൻ പോകുന്നത് അത്രയും വെയിറ്റ് പുറത്തേക്ക് മാറ്റി എന്ന രീതിയിൽ കാണിക്കാൻ വേണ്ടിയുള്ളൊരു 2 സെറ്റ് ഫിഗേഴ്സ് കാണിക്കുക. ഓക്കെ, ഇനിയിപ്പം ഈ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻസ് നമ്മൾ നേരത്തെ തന്നെ ലോഡ് നമ്മുടെ വരാൻ പോകുന്ന വെയിറ്റ് മാറ്റിയുകൊണ്ട് സെറ്റിൽമെൻറ്റ് 0 ആയിരിക്കും. ഇതിനെ നമ്മൾ ഫുള്ളി കോമ്പൻസേറ്റഡ് ഫൗണ്ടേഷൻ എന്ന് വിളിക്കാറുണ്ട്. അപ്പം ഈ പറഞ്ഞ ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻ നമ്മൾ വീണ്ടും വിളിക്കുന്ന വേറൊരു പേരാണ് ഫുള്ളി കോമ്പൻസേറ്റഡ് ഫൗണ്ടേഷൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് മൊഡ്യൂൾ 4-നകത്തെ പോർഷൻസ്. അപ്പം മൊഡ്യൂൾ 4 ഫുള്ളായിട്ട് സീരീസ് 2 പഠിക്കുക, 3 and 4 ഫുള്ളായിട്ട് സീരീസിൽ നോക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.